ഹലോ ഗായ്സ്, ഇറ്റ്സ് മീ ആദി. നമ്മൾ ഈ ഒരു വീഡിയോയിലൂടെ പഠിക്കാൻ പോകുന്നത് എങ്ങനെ ഗ്രിഡ് ക്രിയേറ്റ് ചെയ്യാന്നാണ്. വെറും ഗ്രിഡ് അല്ല, നിങ്ങൾക്കറിയാം ഇൻസ്റ്റഗ്രാമിലൊക്കെ നമ്മൾ പോസ്റ്റ് ചെയ്യുമ്പോൾ പലരും ഗ്രിഡ് ആയിട്ട് പോസ്റ്റ് ചെയ്യുന്ന കാണാം. അതായത് ഒരു ഇമേജിനെ 2 വെർട്ടിക്കൽ ലൈൻസ് ആയിട്ടും 2 ഹൊറിസോണ്ടൽ ലൈൻസ് ആയിട്ടും ഡിവൈഡ് ചെയ്തുകൊണ്ട് അങ്ങനെ 9 പീസസ് ആക്കിയിട്ട് ഗ്രിഡ് ക്രിയേറ്റ് ചെയ്തിട്ട് ഫോട്ടോസ് ഇടുന്നതാണ്. നമ്മൾ പലരും മൊബൈൽ ആപ്ലിക്കേഷൻസും അതുപോലുള്ള എന്തെങ്കിലും ഒരു ആപ്ലിക്കേഷൻ യൂസ് ചെയ്തിട്ട് ഇതേപോലെ ഗ്രിഡ് ക്രിയേറ്റ് ചെയ്യാൻ ശ്രമിക്കാറുണ്ട്. പക്ഷെ എന്താ സംഭവിക്കാന്ന് വെച്ചാൽ നമ്മുടെ ഇമേജിന്റെ ക്വാളിറ്റി നഷ്ടപ്പെടും പോസ്റ്റ് ചെയ്യുമ്പോൾ. അങ്ങനെയാണ് പലപ്പോഴും ഉണ്ടാവാറ്. ചിലവർ നല്ല നല്ല ഇമേജസ് ഒക്കെ ക്യാമറയിൽ എടുത്തിട്ട് അതൊക്കെ എഡിറ്റ് ചെയ്ത ഇമേജസ് ഒക്കെ കൊണ്ടുവന്ന് മൊബൈൽ ആപ്ലിക്കേഷനിലിട്ട് ഗ്രിഡ്, അതായത് സ്ലൈഡ്സ് ആക്കും ഗ്രിഡ് ചെയ്യാൻ വേണ്ടിയിട്ട്, പോസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ അത് സംഭവിക്കാന്ന് വെച്ചാൽ അതിന്റെ ക്വാളിറ്റി കുറഞ്ഞിട്ട് വളരെ സൈസ് കുറവായിട്ട് വരാനും അത് പോസ്റ്റ് ചെയ്യുമ്പോൾ ക്വാളിറ്റി ക്ലാരിറ്റി ഒക്കെ കുറഞ്ഞു പോകാനും സാധ്യതയുണ്ട്. അപ്പോൾ ഇത്തവണ നമ്മൾ പരിചയപ്പെടുത്താൻ പോകുന്നത് എങ്ങനെ ഫോട്ടോഷോപ്പിൽ ആ ഗ്രിഡ് ക്രിയേറ്റ് ചെയ്യാനാണ്. നിങ്ങൾക്കറിയാം, ഫോട്ടോഷോപ്പിൽ ഗ്രിഡ് ക്രിയേറ്റ് ചെയ്യുകയാണെങ്കിൽ ഫോട്ടോഷോപ്പിൽ മാക്സിമം ക്വാളിറ്റി തന്നെ നമുക്ക് ഔട്ട്പുട്ട് എടുക്കാൻ പറ്റും. ഓക്കെ, അപ്പോൾ വളരെ സിമ്പിൾ ആയിട്ട് എങ്ങനെ ഫോട്ടോഷോപ്പിൽ ചെയ്യാവുന്നതാണ്. പിന്നെ നമ്മുടെ വീഡിയോയിലേക്ക് കടക്കുന്നതിന് മുമ്പ് എനിക്ക് ഒരു ഹാപ്പി ന്യൂസ്, അല്ലെങ്കിൽ എനിക്ക് സന്തോഷം ഒരു വാർത്ത എന്ന് പറയുന്നത്, നമ്മുടെ ചാനലിലൂടെ ഫോട്ടോഷോപ്പ് പഠിച്ചിട്ട് ഒരുപാട് പേര് ഡൗട്ട്സും കാര്യങ്ങളും ചോദിച്ച് ക്ലിയർ ആക്കി അവരവരുടെ വർക്കുകളൊക്കെ അയച്ചു തരാറുണ്ട്. നിങ്ങൾക്കറിയാം, നമ്മൾ ഫോട്ടോഷോപ്പ് തുടക്കക്കാർക്ക് വേണ്ടിയിട്ട് ഒരു സീരീസ് തന്നെ തുടങ്ങിയിട്ടുണ്ടായിരുന്നു. നമ്മൾ ഫോട്ടോഷോപ്പിന്റെ ബേസിക്സ്, ഇൻട്രൊഡക്ഷൻ മുതൽ, അതായത് എന്താണ് ഫോട്ടോഷോപ്പ്, അതുപോലെ തന്നെ ഫോട്ടോഷോപ്പിലെ ഓരോ ടൂൾസും പരിചയപ്പെടുത്തിയിട്ട്, മൂവ് ടൂൾസ്, റെക്ടാങ്കിൾ ടൂൾ, അങ്ങനെ എല്ലാ ടൂൾസും പരിചയപ്പെടുത്തിയിട്ട് ആ ടൂൾസ് എങ്ങനെയൊക്കെ യൂസ് ചെയ്യാം എന്നതൊക്കെ സെപ്പറേറ്റ് വീഡിയോസ് ആയിട്ട് വളരെ ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പൊ അത് കണ്ടിട്ട് ഓരോ ടൂൾസും വർക്കും ചെയ്തിട്ട് ഒരു ഇൻസ്റ്റഗ്രാമിലും വാട്സപ്പിലൊക്കെ ആയിട്ട് നമുക്ക് അയച്ചു തരാറുണ്ട്. അപ്പോൾ അവർക്ക് ഡൗട്ട്സും കാര്യങ്ങളൊക്കെ ക്ലിയർ ചെയ്ത് കൊടുക്കാറുണ്ട്. പലരും അതുകൊണ്ട് ഫോട്ടോഷോപ്പ് പഠിച്ചും വളരെ എന്താ പറയാ പിന്നീട് ഡ്രോയിങ്ങിലേക്കും ഡിസൈനിങ്ങിലേക്കും കടന്നിട്ടുണ്ട്. അപ്പോൾ അതൊരു ഭയങ്കര എന്താ പറയാ, നമ്മൾ ചെയ്തൊരു കണ്ടന്റ് കണ്ടിട്ട് ഒരുപാട് പേര് പഠിക്കാന്ന് പറയുന്നത് വളരെ ഹാപ്പിനെസ് ഉള്ള ഒരു കാര്യമാണല്ലേ. ഇപ്പൊ ഞാനൊരു വീഡിയോ എടുത്തിട്ട് അത് 2-3 പേര് കണ്ട് അങ്ങനെ പോയി കഴിഞ്ഞാൽ നമുക്ക് പ്രത്യേകിച്ച് വ്യൂസ് കിട്ടുന്നതിലൊന്നും നമുക്ക് സന്തോഷിക്കാനില്ല. കാരണം എന്ന് വെച്ചാൽ അത് കണ്ട് ചെയ്ത് നമുക്ക് ഔട്ട്പുട്ട് കിട്ടി നമ്മളെ കാണിക്കുമ്പോൾ നമ്മൾ ഓക്കെ ആണെന്ന് പറയുമ്പോൾ അവർക്ക് ഉണ്ടായിരുന്ന ഒരു ഹാപ്പിനെസ് ആണ് ഏറ്റവും വലുത്. അപ്പൊ നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം. ഹായ് ഗൈസ്, വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ നമ്മൾ ഇനി നോക്കാൻ പോകുന്നത് എങ്ങനെ ഗ്രിഡ് ക്രിയേറ്റ് ചെയ്യാന്നാണ്. നിങ്ങൾക്കറിയാം, നിങ്ങൾ പല ആപ്ലിക്കേഷൻ യൂസ് ചെയ്ത് ഗ്രിഡ് ക്രിയേറ്റ് ചെയ്യുന്നുണ്ടാവും. പക്ഷെ എന്താ സംഭവിക്കാന്ന് വെച്ചാൽ ക്വാളിറ്റി കുറയും. അതുപോലെ തന്നെ ഫോട്ടോഷോപ്പിൽ പ്രോപ്പർ മെത്തേഡ് അറിയാത്തത് കൊണ്ട് പല മെത്തേഡിലൂടെ ഗ്രിഡ് ക്രിയേറ്റ് ചെയ്തിട്ട് അറേഞ്ച് ചെയ്യുന്ന ടൈമിൽ മിസ്റ്റേക്ക് ഒക്കെ വരാൻ സാധ്യത കൂടുതലാണ്. അപ്പൊ എങ്ങനെയാണ് പ്രോപ്പർ വേയിലൂടെ ഗ്രിഡ് ക്രിയേറ്റ് ചെയ്യാന്നാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. ഓക്കെ, അപ്പൊ ഞാൻ ആദ്യമായിട്ട് തന്നെ ഫോട്ടോഷോപ്പ് ഓപ്പൺ ചെയ്തപ്പോ ഒരു വെൽക്കം വിൻഡോ ആണ് കാണുന്നത്. ഇതാണ് നമ്മുടെ വെൽക്കം വിൻഡോ. അതായത് ഫോട്ടോഷോപ്പ് നമ്മളുടെ ഇന്റർഫേസ്, ഫസ്റ്റ് കാണുന്ന ഇന്റർഫേസ് ആണ്, നമ്മൾ സ്വീകരിക്കുന്ന വെൽക്കം ചെയ്യുന്ന ഒരു ഇന്റർഫേസ് ആണ്. അപ്പൊ നമ്മുടെ വീഡിയോയിലൂടെ മാക്സിമം ഡീറ്റെയിൽ ആയിട്ട് തന്നെ പോകും. നിങ്ങൾക്കറിയാം, നമ്മൾ മുമ്പ് ഡിജിറ്റൽ ആർട്ട്, അതുപോലെ തന്നെ ഡിസൈനിങ്, ഫോട്ടോഷോപ്പിന്റെ ബേസിക്സ്, മൊബൈൽ ആപ്ലിക്കേഷൻ തന്നെ ആർട്ട് ചെയ്യുന്ന ഒരുപാട് ട്യൂട്ടോറിയൽസ് ഒക്കെ ചെയ്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങളെ ഫ്രണ്ട്സിനൊക്കെ താല്പര്യം ഉണ്ടെങ്കിൽ അവർക്ക് നമ്മുടെ ചാനലിന്റെ ലിങ്ക് ഒക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക. അതുപോലെ തന്നെ നിങ്ങൾക്ക് മാക്സിമം ഫോട്ടോഷോപ്പ്, അതുപോലെ തന്നെ ഇനി വരുന്ന ട്യൂട്ടോറിയൽസ് എന്ന് പറയുന്നത് ഇല്ലുസ്ട്രേറ്ററിന്റെ ആണ്. ഇല്ലുസ്ട്രേറ്ററിൽ നമ്മൾ ചെയ്യുന്ന ബേസിക്സും കാര്യങ്ങളൊക്കെയാണ് ചെയ്യാൻ പോകുന്നത്. ഇപ്പൊ നമുക്ക് നടന്നുകൊണ്ടിരിക്കുന്നത് ഡിജിറ്റൽ ആർട്ട് വിത്ത് ഫോട്ടോഷോപ്പ്, അല്ലെങ്കിൽ ഡിജിറ്റൽ പോർട്രേറ്റ് വിത്ത് ഫോട്ടോഷോപ്പ് എന്ന് പറയുന്ന സീരീസ് ആണ് നടന്നുകൊണ്ടിരിക്കുന്നത്. അപ്പൊ എങ്ങനെ ഗ്രിഡ് ക്രിയേറ്റ് ചെയ്യാം പ്രോപ്പർ വാല്യൂടെ എന്നാണ് നമ്മൾ ഈ ഒരു വീഡിയോയിലൂടെ പഠിക്കാൻ പോകുന്നത്. അപ്പൊ ക്രിയേറ്റ് ന്യൂ എന്ന് പറഞ്ഞ ഒരു ഓപ്ഷൻ കാണാം. ആ ഒരു ഓപ്ഷൻ ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്യാം. അപ്പൊ ക്ലിക്ക് ചെയ്യുമ്പോൾ പുതിയൊരു ക്യാൻവാസ് ക്രിയേറ്റ് ചെയ്യാനുള്ള ന്യൂ ഡോക്യുമെന്റ് വിൻഡോ, ഇത് ഈ ഒരു വിൻഡോനാണ് ന്യൂ ഡോക്യുമെന്റ് വിൻഡോ എന്ന് പറയാം. ഒരു വിൻഡോ വന്നിട്ടുണ്ട്. അത് കസ്റ്റം ആയിട്ട് നമുക്ക് ക്രിയേറ്റ് ചെയ്യണമെങ്കിൽ ഇവിടെ കാണാം പ്രീസെറ്റ് ഡീറ്റെയിൽസ് എന്ന് പറഞ്ഞ ഓപ്ഷൻ കാണാം. ഇവിടെ കാണാം വിഡ്ത്, ഹൈറ്റും ഒക്കെ കാണാം. അപ്പൊ നമുക്ക് ആദ്യം ഈ യൂണിറ്റ് ഇഞ്ചസ് എന്നുള്ളത് പിക്സൽ ആക്കാം. എന്നിട്ട് നമുക്ക് വിഡ്ത് എന്ന് പറയുന്നത് 3240, ഹൈറ്റ് എന്ന് പറയുന്നത് സെയിം 3240. അതായത് നിങ്ങൾക്ക് അറിയാം, ഗ്രിഡ് എന്ന് പറയുന്നത് ഏകദേശം 9 പീസസ് ആയിട്ടാണ് വരാം അല്ലെ. അതായത് 2 ഹൊറിസോണ്ടലും 2 വെർട്ടിക്കലായിട്ട് കട്ട് ചെയ്യുമ്പോൾ അതിനെ ആ ഒരു ഇമേജിനെ
9 പീസസ് ആയിട്ട് വരാം. അതുപോലെ തന്നെ ആ ഒരു ഇമേജ് നല്ല ഭംഗിക്ക് ഇൻസ്റ്റാഗ്രാമിലേക്ക് എടുക്കണമെങ്കിൽ കറക്റ്റ് സ്ക്വയർ സൈസ് വേണം. അതാണ് നമ്മൾ വിഡ്ത്തും ഹൈറ്റും സെയിം അളവ് കൊടുത്തത്. അപ്പോൾ സ്ക്വയർ സൈസ് ആയിരിക്കും. ഹൈറ്റും വിഡ്ത്തും ഒരേപോലെ ആണെങ്കിൽ സ്ക്വയർ ആയിരിക്കുന്നത്. ഓക്കെ, പിക്സൽസിലാണ് എടുത്തിരിക്കുന്നത്. റെസൊല്യൂഷൻ 300 ആണ്. കളർ മോഡ് RGB കളർ ആണ് ഇട്ടാൽ മതി. കാരണം നമ്മൾ മുമ്പ് പറഞ്ഞിട്ടുണ്ട് ഫോട്ടോഷോപ്പിന്റെ ബേസിക്സ് പഠിക്കുമ്പോൾ നമ്മൾ ഇൻസ്റ്റാഗ്രാമിലോ സോഷ്യൽ മീഡിയയിലൊക്കെ പോസ്റ്റ് ചെയ്യുന്ന ഇമേജസ് എപ്പോഴും നമുക്ക് RGB കളർ മോഡ് മതിയാകും. നേരെ മറിച്ച് പ്രിന്റിംഗ് പർപ്പസ് ഒക്കെ വരികയാണെങ്കിൽ, അതായത് പ്രിന്റ് ചെയ്യണം എന്നുള്ള രീതിയിലൊക്കെ വരികയാണെങ്കിൽ നമുക്ക് CMYK എന്ന് പറഞ്ഞ മോഡ്, സിയാൻ മജന്ത യെല്ലോ ബ്ലാക്ക് എന്ന് പറഞ്ഞൊരു കളർ മോഡിലേക്കായിരിക്കും നമ്മൾ ഇടുക. ഓക്കെ, അപ്പൊ ബിറ്റ് എന്ന് പറയുന്നത് 60 ബിറ്റ് ഇടുന്നുണ്ട്. ഏകദേശം ഒരു മീഡിയം ക്വാളിറ്റി കിട്ടാൻ വേണ്ടിയിട്ടാണ് ക്രിയേറ്റ് കൊടുത്തത്. അപ്പൊ നിങ്ങൾക്ക് കാണാം സ്ക്വയർ സൈസിലുള്ള ഒരു ക്യാൻവാസ് ക്രിയേറ്റ് ചെയ്ത് വന്നിട്ടുണ്ട് അല്ലെ. അതുപോലെ തന്നെ ഇനി നമുക്ക് വേണ്ടതെന്ന് വെച്ചാൽ ഇതിനെ നമുക്ക് ഇൻസ്റ്റാഗ്രാമിൽ പോസ്റ്റ് ചെയ്യണമെങ്കിൽ 9 പീസുകളാക്കണം. അതായത് 2 വെർട്ടിക്കലും 2 ഹൊറിസോണ്ടലായിട്ട് കട്ട് ചെയ്യണം. അതായത് 3 കോളംസും 3 റോയും വേണം. അപ്പൊ ആദ്യം നമ്മൾ ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ചാൽ വ്യൂ എടുക്കുക. നിങ്ങളുടെ മെനു ബാർ, ഇതാണ് മെനു ബാർ. ഫയൽ, എഡിറ്റ്, ഇമേജ് ലെയർ എന്നൊക്കെ കാണുന്ന ഈ ഒരു ഓപ്ഷൻ, ഈ കാണുന്ന ബാറിനെയാണ് മെനു ബാർ എന്ന് പറയുന്നത്. അതിനെ തൊട്ട് താഴെയുള്ള ബാറിനെ നമ്മൾ ഓപ്ഷണൽ മെനു ബാർ എന്ന് പറയും. അപ്പോ ഫസ്റ്റ് തന്നെ നമ്മൾ എടുക്കേണ്ടത് വ്യൂ എന്ന് പറഞ്ഞ ഓപ്ഷൻ എടുക്കുക. അതിൽ നിങ്ങൾക്ക് കാണാം ഏറ്റവും താഴെ പോയ ന്യൂ ഗൈഡ് ലേഔട്ട് എന്ന് കാണാം. അത് ക്ലിക്ക് ചെയ്യാം. അത് ക്ലിക്ക് ചെയ്യുമ്പോൾ ഇവിടെ പീസെറ്റ് എന്ന് പറഞ്ഞ കസ്റ്റംസ് ഒന്നും ഉണ്ടാവും. അതുപോലെ തന്നെ ഇതിൽ കൊടുത്തിരിക്കുന്ന ഒരുപാട് പീസെറ്റ്സ് കാണാം. 8 കോളം 12 കോളം എന്നൊക്കെ പറഞ്ഞിട്ട്. നമുക്കിവിടെ കോളം എന്ന് പറയുന്നത് ടിക്ക് ഇട്ട് എടുക്കുന്നില്ലെങ്കിൽ നിങ്ങൾ ജസ്റ്റ് ഒന്ന് ടിക്ക് ഇടുക. അതുപോലെ തന്നെ നമുക്ക് വേണ്ടത് 3 ആണ് വേണ്ടത്. അപ്പൊ ഓൾറെഡി 3 എടുക്കുന്നുണ്ട്. 3 കോളം അതുപോലെ തന്നെ 3 റോ. അപ്പൊ 3 കോളംസും 3 റോ ആയിട്ട് ഇവിടെ തിരിച്ചതായിട്ട് പ്രിവ്യൂ കാണാം. ഈ പ്രിവ്യൂ എന്ന് പറഞ്ഞ ടിക്ക് മാർക്ക് ഓഫ് ചെയ്താൽ നമുക്ക് ക്യാൻവാസിൽ അല്ലെങ്കിൽ നമ്മൾ കാണുന്ന വർക്ക് സ്പേസിൽ വ്യൂ കാണില്ല, അതായത് ആ ഗ്രിഡ് കാണില്ല. അപ്പൊ പ്രിവ്യൂ ഓൺ ചെയ്തിടുക. അപ്പൊ നിങ്ങൾക്ക് കാണാം ഗ്രിഡ് ആയിട്ട് വന്നിരിക്കുന്നത്. അതായത് 9 പീസ് ആക്കിയിട്ടുണ്ട്. അതായത് 3 കോളമും 3 റോയും ആക്കിയിട്ട് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. അതായത് 2 വെർട്ടിക്കൽ ലൈനും 2 ഹൊറിസോണ്ടൽ ലൈനായിട്ടാണ് കട്ട് ചെയ്തിരിക്കുന്നത്. ഓക്കെ, ഇനി ഓക്കെ കൊടുക്കുക. സെറ്റിംഗ്സ് തന്നെയാണെന്ന് നോക്കണം നിങ്ങൾ ക്രിയേറ്റ് ചെയ്യുമ്പോൾ. അതുപോലെ തന്നെ ആവശ്യമില്ലാത്ത കാര്യങ്ങളൊന്നും വന്നിട്ട് ടിക്ക് ഇടരുത്. ഇപ്പൊ മാർജിൻസ്, സെന്റർ കോളംസ് എന്നൊക്കെ പറഞ്ഞ ഓപ്ഷൻസ് ഉണ്ട്. അതിലൊന്നും ടിക്ക് ഇടാതിരിക്കുക. ഓക്കെ കൊടുക്കുക. അപ്പൊ നമ്മൾ ഗ്രിഡ് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട് അല്ലെ. അതായത് നമ്മൾ ലേഔട്ട് ഇട്ട് ഗ്രിഡ് ക്രിയേറ്റ് ചെയ്തു. ഇനി വേണ്ടത് ഈ ഗ്രിഡിനെ സ്ലൈസ് ചെയ്യാന്നുള്ളതാണ്. അപ്പൊ അതിനുവേണ്ടി ഞാൻ വീണ്ടും വ്യൂ എടുക്കുകയാണ്. വ്യൂവില് നമുക്ക് ഏറ്റവും താഴെ പോയി കഴിഞ്ഞാൽ ഷോ എന്ന് കാണും കേട്ടോ. ഷോയില് താഴെ പോവാ. അപ്പൊ സ്ലൈസസ് എന്ന് കാണും. സ്ലൈസസ് ഒന്ന് ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്യാം. ഓക്കെ, സ്ലൈസസ് ക്ലിക്ക് ചെയ്തു. അപ്പൊ ഇത് ടോട്ടലി സ്ലൈസ് ആയിട്ട് മാറിയിട്ടുണ്ട്. പക്ഷെ നമുക്ക് മനസ്സിലാവില്ല. അപ്പോ നമുക്ക് ഇനി സ്ലൈസ് ടൂൾ എടുക്കണം. അപ്പൊ സ്ലൈസ് ടൂൾ എടുക്കുക. സ്ലൈസ് ടൂളിന്റെ ഷോർട്ട് കട്ട് എന്ന് പറഞ്ഞാൽ C ആണ്. അപ്പൊ നിങ്ങൾക്ക് ചിലപ്പോൾ ക്രോപ്പ് ടൂൾ ആയിരിക്കും ഫസ്റ്റ് എടുക്കുന്നത്. അപ്പൊ ഒന്ന് ജസ്റ്റ് ലോങ് പ്രസ് ചെയ്തിട്ട് സ്ലൈസ് ടൂൾ എന്ന് പറഞ്ഞ ഓപ്ഷൻ എടുക്കുക. സ്ലൈസ് ടൂൾ എടുത്തതിനു ശേഷം ഞാൻ വരയ്ക്കുന്ന പോലെ ക്ലിക്ക് ചെയ്തിട്ട് ഇങ്ങനെ ഫുൾ ഡ്രാഗ് ചെയ്തിട്ട് ഇവിടെ വന്നിട്ട് റിലീസ് ചെയ്യാം. അപ്പോ ഈ സ്ലൈസ് എല്ലാം സെപ്പറേറ്റ് ആയിട്ടുണ്ട്. പക്ഷെ ഈ ഗ്രിഡ് ആയിട്ട് മാറിയിട്ടില്ല. അതായത് ഗ്രിഡ് ആയിട്ട് സ്ലൈസ് ഓരോ ഗ്രിഡ് ആയിട്ട് കട്ട് ചെയ്തിട്ടില്ല. അതിന് വേണ്ടി ഏതെങ്കിലും ഒരു സ്ലൈസിൽ വന്നിട്ട് റൈറ്റ് ക്ലിക്ക് ചെയ്തിട്ട് ഡിവൈഡ് സ്ലൈസ് എന്ന് പറഞ്ഞ ഓപ്ഷൻ കൊടുക്കുക. അപ്പൊ അതിനർത്ഥം എന്ന് വെച്ചാൽ നമ്മൾ ഈ ചെയ്തിരിക്കുന്ന ലേഔട്ട്, അതായത് ഗ്രിഡ് ചെയ്തിരിക്കുന്ന ലേഔട്ടിനെ ഈ മൊത്തം 9 പീസസ് ആയിട്ട് ഡിവൈഡ് ചെയ്യും. അപ്പൊ ഡിവൈഡ് സ്ലൈസ് കൊടുത്തു. അപ്പൊ നിങ്ങൾക്ക് കാണാം ഡിവൈഡ് ഹൊറിസോണ്ടലി എന്ന് പറഞ്ഞിട്ട് ഒക്കെ 3 വാല്യൂ 3 കൊടുക്കുക. ഇതിലും 3 തന്നെയാണ്. നിങ്ങൾ ചിലപ്പോൾ മാർക്ക് എടുക്കുകയാണെങ്കിൽ 3 തന്നെ കൊടുക്കുക കേട്ടോ. എന്നിട്ട് ഓക്കെ കൊടുക്കുക. അപ്പൊ കാണാം ഓരോ സ്ലൈസും സെപ്പറേറ്റ് ആക്കി. അപ്പൊ 9 സ്ലൈസ് ഇടണം. സ്ലൈസ് 1, 01, 02 അങ്ങനെ കാണാം. സ്ലൈസ് 1 നിങ്ങൾക്ക് Ctrl+0 അമർത്തി കഴിഞ്ഞാൽ ഫിറ്റ് ഓൺ സ്ക്രീൻ ആക്കാം കേട്ടോ. അതായത് സ്ക്രീൻ ഒന്ന് ഫിറ്റ് ആക്കി എടുക്കാം. അപ്പൊ കുറച്ചും കൂടി വിസിബിൾ ആയിട്ട് നമുക്ക് വർക്ക് ചെയ്യാൻ പറ്റും. അപ്പൊ നിങ്ങൾക്ക് കാണാലോ ഇത്രയ്ക്കും നമ്മൾ സ്ലൈസായി 9 സ്ലൈസ് ആക്കി മാറ്റിയിട്ടുണ്ട്. ഇനി ചെയ്യാൻ പോകുന്നത് എന്താന്ന് വെച്ചാൽ നമുക്ക് ആഡ് ചെയ്യേണ്ട ഒരു ഇമേജ് എടുക്കാം. നിങ്ങൾക്ക് ചിലപ്പോ നിങ്ങൾ ഇടാൻ ഉദ്ദേശിക്കുന്ന DSLR-ലോ ഒക്കെ എടുത്തിരിക്കുന്ന ഫോട്ടോ ആയിരിക്കും നിങ്ങൾ പോസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഉദ്ദേശിക്കുന്നത്. ഇപ്പൊ ചിലർ ആർട്ട് ചെയ്യുന്നവരുണ്ടാവും. അപ്പൊ അവർ ആർട്ട് വർക്ക് ഇങ്ങനെ സ്ലൈസ് ആയിട്ട് ഗ്രിഡ് ആയിട്ട് പോസ്റ്റ് ചെയ്യാറുണ്ട്. ഇനി നമുക്ക് വേണ്ടതെന്ന് വെച്ചാല് ഒരു ഇമേജിൽ ഇതിലേക്ക് ഡ്രാഗ് ചെയ്തിടണം അല്ലെ. അപ്പൊ ഞാൻ ഫയലില് ഓപ്പൺ എടുക്കുകയാണ്. ഓപ്പൺ എന്ന് പറഞ്ഞ ഓപ്ഷൻ എടുത്തു. അതില് നമുക്കൊരു ഇമേജ് എടുക്കാം. ഞാനിപ്പോ ഒരു ആർട്ട് വർക്ക് ഡിജിറ്റൽ ആർട്ട് ചെയ്തൊരു ബേബിയുടെ ഒരു ഇമേജ് ആണ് എടുക്കുന്നത് കേട്ടോ.
അപ്പൊ അത് ഞാൻ എന്താ ക്ലിക്ക് ചെയ്തിട്ട് ഓപ്പൺ ചെയ്യുന്നുണ്ട്. അപ്പൊ സെപ്പറേറ്റ് ഒരു ടാബില് അത് ഓപ്പൺ ആയിട്ട് വരും. ഇതിനെ നമുക്ക് ഡ്രാഗ് ചെയ്തിട്ട് മൂവ് ടൂൾ സെലക്ടഡ് ആണോ നോക്കുക, മൂവ് ടൂൾ പിടിച്ച് ക്ലിക്ക് ചെയ്ത് ഡ്രാഗ് ചെയ്തിട്ട് നമ്മൾ ഈ ഒരു ഗ്രിഡ് സ്ലൈഡ് ചെയ്തിരിക്കുന്നതിൽ കൊണ്ടുവന്നിട്ട് ഡ്രോപ്പ് ചെയ്യാം, അതായത് മൗസ് റിലീസ് ചെയ്യാം. അപ്പൊ കാണാം ഇതിൽ ഇമേജ് വന്നിട്ടുണ്ട്. ഓക്കെ, അപ്പൊ ഇതിനെയാണ് നമ്മൾ ഗ്രിഡ് ചെയ്യാൻ പോകുന്നത്, ഈ ഒരു ഇമേജിനെ. അപ്പൊ പറ്റുന്ന രീതിയിൽ നമുക്ക് ഭംഗിയുള്ള രീതിയിൽ അതിനെ കറക്റ്റ് അറേഞ്ച് ചെയ്യുക, ആ ഒരു ഇമേജിനെ അറേഞ്ച് ചെയ്യുക. നിങ്ങൾക്ക് വേണമെങ്കിൽ Ctrl+T അമർത്തി നിങ്ങൾക്ക് ട്രാൻസ്ഫോം ചെയ്തിട്ട് നിങ്ങൾക്ക് എത്ര സൈസിൽ വേണം അതിനനുസരിച്ച് അറേഞ്ച് ചെയ്യാം കേട്ടോ. ഞാനപ്പോ എനിക്ക് പറ്റുന്ന ഒരു രീതിയിൽ, അല്ലെങ്കിൽ എനിക്ക് കംഫർട്ട് ആയുള്ള ഒരു രീതിയിൽ ഞാൻ അതിനെ അറേഞ്ച് ചെയ്യാനാണ് നോക്കുന്നത്. ഓക്കെ, ഈ ഒരു ലെവലില് അറേഞ്ച് ചെയ്യാം. അപ്പൊ ഒന്നിലധികം ഫോട്ടോസ് ആണെങ്കിൽ അങ്ങനെയും ചെയ്യാം. നിങ്ങൾ ചിലപ്പോൾ ഒന്നിലധികം ഫോട്ടോസ് കൊണ്ടുവന്ന് പല രീതിയിൽ ട്രാൻസ്ഫോം ചെയ്ത് വെച്ചിട്ട് അതിനെ ഗ്രിഡ് ചെയ്യുകയാണെങ്കിലും അങ്ങനെയും ചെയ്യാം. ഓക്കെ, അപ്പൊ ഞാൻ ടിക്ക് മാർക്ക് അല്ലെങ്കിൽ എൻ്റർ കൊടുക്കുകയാണ്. അപ്പൊ ആ ഒരു ഇമേജിനെ ഗ്രിഡില് നമ്മൾ കൊണ്ടുവന്നിട്ടിട്ടുണ്ട്. അപ്പൊ സ്ലൈസ് ചെയ്തു, നമ്മൾ ലേഔട്ട് ഇട്ടിട്ട് സ്ലൈസ് ചെയ്തു, ഇപ്പൊ ഇമേജ് കൊണ്ടുവന്ന് ഡ്രോപ്പ് ചെയ്തു. ഇനി നമുക്ക് ചെയ്യാനുള്ളത് ഇപ്പൊ ഇതിനെ സേവ് ചെയ്യണം, ഗ്രിഡ് ആയിട്ട് സേവ് ചെയ്യണം. അതിന് വേണ്ടിയിട്ട് ഫയൽ എടുക്കുക, അതിൽ എക്സ്പോർട്ട് എടുക്കുക. എക്സ്പോർട്ടില് സേവ് ഫോർ വെബ് എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ ഉണ്ട്. Alt+Shift+Ctrl+S ആണ് ഷോർട്ട് കട്ട്. ഓക്കെ, അപ്പൊ ഞാൻ ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്തു. ക്ലിക്ക് ചെയ്യുമ്പോൾ ഒരു സെപ്പറേറ്റ് ഒരു സേവ് ഫോർ വെബ് എന്ന് പറഞ്ഞൊരു വിൻഡോ ഓപ്പൺ ആയിട്ട് വരും. അതിൽ ഇവിടെ സൂം ഔട്ട് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്, സൂം ലെവൽ കുറയ്ക്കാം. അപ്പൊ നിങ്ങൾക്ക് കാണാം ഇതിൽ ഒരു സ്ലൈസ് മാത്രമേ ആക്റ്റീവ് ആയിട്ടുള്ളൂ അല്ലെ. ആ ആക്റ്റീവ് ആയിട്ടുള്ള സ്ലൈസ് ആണ് ഈ കാണുന്നത്. കണ്ടോ, അപ്പൊ നമ്മൾ തൊടുന്ന അനുസരിച്ച് സ്ലൈസ് ആക്റ്റീവ് ആയിട്ട് എടുക്കുന്നുണ്ടാവും. അപ്പൊ ഇതെല്ലാം ആക്റ്റീവ് ആക്കിയിട്ട് ഒറ്റയടിക്ക് സേവ് ചെയ്യാം നമുക്ക്. അല്ലെങ്കിൽ നമുക്ക് എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഇവിടെ സേവ് എന്ന ഓപ്ഷൻ ക്ലിക്ക് ചെയ്യാം. ക്ലിക്ക് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് കാണാം ഇവിടെ ഇമേജ് ഓൺലി എന്ന് പറഞ്ഞ ഫോർമാറ്റ് ഉണ്ട്, അത് തന്നെ എടുക്കുക. ഫയൽ നെയിം യുണൈറ്റഡ് വൺ എന്നാണ്. ഡിഫോൾട്ട് സെറ്റിംഗ്സ് തന്നെ എടുക്കുക. സ്ലൈസ് എന്നുള്ളത് ചിലപ്പോൾ മാറിക്കെടുക്കുന്നുണ്ടാവും കേട്ടോ. അപ്പൊ നിങ്ങൾക്ക് ക്ലിക്ക് ചെയ്തിട്ട് ഓൾ സ്ലൈസ് എന്ന് കൊടുക്കുക. സെലക്ടഡ് സ്ലൈസ് എന്ന് പറഞ്ഞാൽ നേരത്തെ നമ്മൾ കണ്ടോ ആക്റ്റീവ് ആയിട്ടുള്ള സ്ലൈസ് എന്ന് പറഞ്ഞില്ലേ, അത് മാത്രം സേവ് ആവുള്ളൂ. അപ്പൊ ഓൾ സ്ലൈസ് എന്ന് പറഞ്ഞ ഓപ്ഷൻ തന്നെ കൊടുക്കുക, എന്നിട്ട് സേവ് കൊടുക്കുക. അപ്പൊ സേവ് കൊടുക്കുമ്പോൾ ഫയൽ ലൊക്കേഷൻ എവിടെയാണ്, ഞാൻ ഇപ്പോൾ ഡെസ്ക്ടോപ്പിലാണ് സേവ് ചെയ്യുന്നത്. സേവ് കൊടുത്തു. ഓക്കെ, അപ്പൊ ഗ്രിഡ് നമ്മൾ സ്ലൈസ് ചെയ്ത് സേവ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, ഇനി ഞാൻ ഇതൊന്നും മിനിമൈസ് ചെയ്യാണ്. ഇവിടെ സേവ് ആയത് വന്നിട്ടുണ്ട്, ഇമേജ് എന്ന് പറഞ്ഞൊരു പുതിയ ഫോൾഡർ ക്രിയേറ്റ് ചെയ്ത് വന്നിട്ടുണ്ട്. അത് ജസ്റ്റ് ഓപ്പൺ ചെയ്യാണോ, നമ്മൾ ആ ഗ്രിഡ് ചെയ്തത് സേവ് ചെയ്തിട്ടുണ്ട്. അപ്പൊ ഇനി ഇത് നമ്മൾ ഇൻസ്റ്റാഗ്രാമിലൊക്കെ പോസ്റ്റ് ചെയ്യുമ്പോൾ എന്താ ചെയ്യേണ്ടത്, ഏറ്റവും താഴേന്ന് പോസ്റ്റ് ചെയ്യണുണ്ടാവും. അപ്പൊ ഈ ഒരു ഇമേജിന്റെ താഴ്ഭാഗം എന്ന് പറഞ്ഞാൽ ഈ മൂന്നെണ്ണാണ്. അപ്പൊ ആദ്യം ഈ ഒരു ഇമേജ് പോസ്റ്റ് ചെയ്യുക, പിന്നെ ഇത് പോസ്റ്റ് ചെയ്യുക, ഇത് പോസ്റ്റ് ചെയ്യുക, പിന്നെ ഇത് പിന്നെ ഇത് അങ്ങനെ ആയിരിക്കണം പോസ്റ്റ് ചെയ്യേണ്ടത്. അത് താഴേന്ന് മേലോട്ട്, കാരണം ഒരു പോർട്രേറ്റ് ഒക്കെ ആണെങ്കിൽ താഴേന്ന് മേലോട്ടാണെങ്കിൽ കറക്റ്റ് അത് ഗ്രിഡ് ആയിട്ട് വരുള്ളൂ. അപ്പൊ നിങ്ങൾക്ക് ആ ഒരു ഗ്രിഡ് ആയിട്ടുള്ള ഒരു ഇമേജ് നിങ്ങൾക്ക് കറക്റ്റ് ആയിട്ട് പോസ്റ്റ് ചെയ്തിട്ട് കിട്ടും. ഓക്കെ, അപ്പൊ നിങ്ങൾക്ക് എല്ലാവർക്കും എങ്ങനെയാണ് സ്ലൈസ് ചെയ്യുന്നതും ഗ്രിഡ് ചെയ്യുന്നതൊക്കെ മനസ്സിലായിട്ടുണ്ടാവും വിചാരിക്കുന്നു. അപ്പൊ ഈ ഒരു ടിപ്പ് അല്ലെങ്കിൽ ഈ ഒരു മെത്തേഡ് നിങ്ങൾക്ക് മനസ്സിലാക്കിയെങ്കിൽ നിങ്ങളത് നോക്കാം. പലർക്കും അറിയുന്നതായിരിക്കും, പക്ഷെ ചിലർ പ്രോപ്പർ മെത്തേഡിലൂടെ ആയിരിക്കില്ല സ്ലൈസ് ചെയ്യുന്നത്. ഓക്കെ, അപ്പൊ നെക്സ്റ്റ് ടിപ്പായിട്ട് വരുന്നത് വരെ അല്ലെങ്കിൽ നെക്സ്റ്റ് ട്രിക്ക് ആയിട്ട് വരുന്നത് വരെ വെയിറ്റ് ചെയ്യാം. താങ്ക് യു സോ മച്ച്.